ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഇ.പി. പ്രവർത്തിച്ചിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ പറയുന്ന വാചകങ്ങളൊന്നും ഇ.പിയുടേതല്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് DC ബുക്സ് സ്വയം ചെയ്തു. DC ബുക്സിന് അത്രയ്ക്കും ഒരു ഗതികെട്ട അവസ്ഥ, ഒരാളുടെ പേരിൽ കള്ള ആത്മകഥ എഴുതുക, ആത്മകഥയിലെ അനുഭവക്കുറിപ്പുകൾ എന്നാണ്, തൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു, താൻ അനുഭവിച്ചത് കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് എന്നാണ് ഈ ആമുഖത്തിലുള്ളത്. അതിൽ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന തലക്കെട്ട് പോലും ഞാൻ നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇ.പിയുടെ ഇതിന് മുൻപത്തെ പ്രതികരണങ്ങൾ, മുമ്പ് വിവാദമായ ഘട്ടത്തിലൊക്കെ ആദ്യം നിഷേധിക്കുകയും പിന്നീട് സമ്മതിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ പ്രതികൂല സാഹചര്യമായപ്പോൾ നിഷേധിക്കുന്നു എന്നല്ലാതെ എങ്ങനെയാണ് ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാവുക ശ്രീ ജയരാജ്? ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ ഒരു തമാശയാണ് ഓർമ്മ വരുന്നത്. കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ശേഷം കോൺഗ്രസ്സുകാരും പുസ്തകം വായിച്ചിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട്. ആ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ പുസ്തകം എടുത്ത് വായിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ഏത് പുസ്തകമാണെങ്കിലും, വിവാദ പുസ്തകമാണെങ്കിലും ശരി, അക്ഷരമൊക്കെ ആയിട്ട് കൂടുതൽ അടുത്ത ബന്ധം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് സാംസ്കാരിക കേരളത്തിന്. കാരണം സാംസ്കാരിക കേരളത്തിനെ പ്രസ്താവനകൾ കൊണ്ട് മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ്സുകാർ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ആസൂത്രണം നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ആദ്യം തൊട്ടേ വ്യാജ തിരിച്ചറിയൽ കാർഡിൻ്റെ പിൻബലത്തോടു കൂടി പ്രസിഡൻ്റായ അയാൾ സ്ഥാനാർത്ഥികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നു. അതിനുശേഷം പത്തനംതിട്ട DC-യുടെ പേജ്, DC ഓഫീസിൻ്റെ പേജിനകത്ത്, ഫേസ്ബുക്ക് പേജിൽ ഹാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കള്ളപ്പണം കടത്തുന്നു, വ്യാജ സ്പിരിറ്റ് കടത്തുന്നു. അഡ്മിൻ തന്നെ ചെയ്താണെന്നൊന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ അത് എഴുതി ചോദിച്ചിട്ടുണ്ട്. ഇത് അഡ്മിൻ തന്നെ ചെയ്തതാണോ, അഡ്മിൻ്റെ ഐഡിയിൽ നിന്ന് ആരെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ ഫേസ്ബുക്കിനോട് അന്വേഷണക്കുറിപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ 24 മണിക്കൂർ കൊണ്ടൊന്നും എവിടെ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയൊന്നും കേരളത്തിലില്ല. അത് ചോദിച്ചെങ്കിൽ മാത്രമേ എവിടെ നിന്നാണ് ഇത് ഹാക്ക് ചെയ്തതെന്ന് അറിയാൻ പറ്റുക. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും. പിന്നെ DC ബുക്സിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട. അതിന് DC കിഴക്കേമുറിയുടെയും പുസ്തക പ്രകാശന സഹകരണ സംഘത്തിനെയും എങ്ങനെയാണ് പുസ്തക പ്രകാശന സഹകരണ സംഘം പൊളിച്ചുകൊണ്ട് DC ബുക്സ് ഉണ്ടാക്കിയെന്നുള്ള ചരിത്രം അറിയാവുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. DC ബുക്സിനെ അങ്ങനെ അധികം വെള്ളപൂച്ചൊന്നും വേണ്ട. ഇത് താങ്കൾ റിപ്പോർട്ടർമാർ ആദ്യം ചെയ്യേണ്ടത് രവി DC ഷാർദ ബുക്ക് ഫെയറിനുണ്ടല്ലോ, ഒരു ഫോൺ കോൾ മതിയല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കാൻ. അദ്ദേഹം എന്ത് ഫോൺ എടുക്കാതിരിക്കുമോ? ഇവിടുത്തെ പത്രപ്രവർത്തകർ വിളിച്ചു കഴിഞ്ഞാൽ രവി DC ഈ പ്രശ്നം അവിടെ തീരില്ലേ? അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രവി DC-യോട് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാൻ. ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പിലെ ഒരു കട്ടൻ ചായയും പരിപ്പുവടയും എന്നൊരു പുസ്തകമുണ്ട്. അതിന്റെ പ്രസാധനം അല്പം നീട്ടിവെച്ചിരിക്കുന്നു. അതിലെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തുവിടുന്നതാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉണ്ട്, പുസ്തകമില്ല എന്നല്ല പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഒന്നാകെ കൊളുത്തിവിട്ട ഒരു വിവാദം, ആ കൊളുത്തിവിട്ട വിവാദത്തിൽ ഇ.പിയുടെ പങ്കൊന്ന് താങ്കൾ വിശദീകരിക്കും. ഉത്തരവാദിത്തങ്ങളൊന്നും ഡോക്ടർ ബി ജയരാജ്, ഇവിടെ ആർക്കാണ് ഇ.പിയുടെ ആത്മകഥ വേറെ ആരും ഇരുന്ന് എഴുതാൻ ആർക്കാണ് താല്പര്യം? ഡോക്ടർ ബി ജയരാജ്, ഒരു മിനിറ്റ്, അതിൽ ചില ഭാഗങ്ങൾ എടുത്ത് വായിക്കാം. ഇ.പി. ജയരാജനെതിരെ പൊതുവിൽ കുറ്റക്കാരനാക്കിയ സംഭവങ്ങൾക്കെല്ലാം പാർട്ടി കൂടി പങ്കാളിയാണെന്ന് ആക്ഷേപം അദ്ദേഹത്തിന് ആ പുസ്തകത്തിലുണ്ടെന്നേ. ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരിക്കുമ്പോൾ ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി വാങ്ങിയത് പരസ്യത്തിലുള്ള മുൻകൂർ തുകയായിട്ടാണ്. അത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചതാണ് എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. പക്ഷേ ഈ ആക്ഷേപത്തെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തെറ്റായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജയരാജൻ പറയുന്നതാണ്, ജയരാജനെ നീക്കി. VS-ഉം അത് ഉപയോഗിച്ചു. VS അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ പാർട്ടി ഇ.പിയെ ബലിയാടാക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വേറെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ പറയുന്നുണ്ട്. പി ജയരാജൻ ഈ ആക്ഷേപം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റിയിൽ താൻ ഉണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച വാർത്തകൾ പിന്നീട് പുറത്തു വന്നു. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ ജയരാജൻ പറഞ്ഞത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനം പോലെ സഹായിക്കുന്നത് ശരിയാണോ എന്നാണ്. അതായിരുന്നു ആക്ഷേപമെങ്കിൽ അക്കാര്യം നേരത്തെ വിശദീകരിക്കാമായിരുന്നു എന്നും ഇ.പി പറയുകയാണ്. അപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ടും തനിക്കുള്ള ഇഷ്ടക്കേട് അത് ഈ പുസ്തകത്തിൽ പറയുന്നു. 162-ാമത്തെ പേജ്. ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല,
താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു. ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ചെറിയ വീഴ്ച പോലും പർവ്വതീകരിക്കുന്ന ഈ കാലത്ത് സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. പുറത്തു വരുന്നത് തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ വേണം. അത് അടി മുതൽ മുടിവരെ ആകുകയും വേണം. അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂ. ഇതൊക്കെ വേറെ ആരോ പറഞ്ഞാണോ? 3 ജില്ലാ സെക്രട്ടറിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാനദണ്ഡ പ്രകാരമാണോ എന്ന ചോദ്യം EP ചോദിക്കുന്നുണ്ട്. പിന്നെയാണ് ഈ അവസാന ഭാഗത്താണ് അവസരവാദ രാഷ്ട്രീയം. PV അൻവറിന്റെ കാര്യം പറയുന്നത്, സരിന്റെ കാര്യം പറയുന്നത്. ഇപ്പോൾ സരിന്റെ പ്രചാരണത്തിന് ഇതിന് ചൂടാറുമ്പോൾ നാളെ തന്നെ പാലക്കാട്ട് എത്തിച്ച് EP കൊണ്ട് പ്രചാരണം നടത്താൻ പോവുകയാണ്. കഷ്ടമാണ് EP കാര്യം. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. EP നാളെ പാലക്കാട്ട് എത്തിക്കാൻ പോവുകയാണ് പാർട്ടി. ഞാനിപ്പോൾ ഇതിനു മുമ്പ് സ്മൃതി ഞാൻ പറയുന്നതിന് ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇതിനു മുമ്പ് ഞാനൊരു ചാനലിൽ ചർച്ചയ്ക്കിരുന്നപ്പോൾ ആ ചാനലിൻ്റെ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടെന്ന് EP ജയരാജൻ ആ ചാനലിൻ്റെ ആങ്കറിനെ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ ആത്മകഥ എൻ്റേത് തന്നെയാണ്. അതിനകത്ത് അദ്ദേഹം നിഷേധക്കുറിപ്പൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതിനകത്ത് ഡിലീഷൻസും സബ്ട്രാക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആർക്കും റൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. രേഖാമൂലം പരാതി കൊടുത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു ഫോണിൻ പ്രോഗ്രാമാണ്. ഫോണിനായിട്ടാണ് ചെയ്തത്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് പിന്നെ സ്ക്രോള് കാണിക്കുക, അതിനെ തുടർന്ന് പിന്നീട് ചർച്ച മാറുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് അഡീഷൻസും സബ്ട്രാക്ഷൻസും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പറയായിരിക്കും ഇനി അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ പാർട്ടിക്ക് സമ്മതം. നേരത്തെ ചിന്താ പബ്ലിഷേഴ്സിലെ അടിക്കാവുന്നൊന്നും ഒരു പാർട്ടിക്കാരനും ആരും തന്നെയാണ് കരാർ. അതിൽ ചില കാര്യങ്ങൾ കൂടുതലായി ചേർക്കപ്പെട്ടു. അത് താൻ പറയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ DC-യുമായി തന്നെയാണ് കരാർ അല്ലേ? DC-യുമായിട്ട് കരാർന്ന് വ്യക്തമാക്കിയില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്ന കഥ ഈ ആത്മകഥ എൻ്റേത് തന്നെയാണ്. ഇതായത് 2 ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ പറയുന്നത് പോലെ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും. ഇതൊരു ബയോഗ്രഫിയാണ്, ഓട്ടോബയോഗ്രഫി അല്ല എന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിനകത്ത് ഞാൻ പറയാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനകത്ത് വേറെ മറക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഈ ഇലക്ഷൻ്റെ അന്ന് തന്നെ കൃത്യമായിട്ട് EP പ്രതിക്കൂട്ടി നിർത്തിയാനും പാർട്ടിയെ ചെളിവാരി എറിയാനും മുരളീധരൻ നടത്തിയ പ്രസ്താവനയ്ക്ക് കൗണ്ടർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ക്രിമിനൽ മൈൻഡുകളെ അങ്ങനെ ചെയ്യത്തുള്ളൂ. ബൈ ഹിക്ക് ഓർ ക്രുക്ക് അധികാരത്തിൽ വരണം, അധികാരം പിടിച്ചെടുക്കണമെന്ന് പറയുന്ന അത്രയ്ക്ക് അധമ ചിന്തകൾ കോൺഗ്രസ്സുകാരല്ലാതെ വേറെ ആരും ചെയ്യത്തില്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. പ്രധാനമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതിൻ്റെ ഒരു പാരമ്പര്യം തുടർന്ന ആൾ തന്നെയാണ് പാലക്കാട് മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഈ കാര്യങ്ങൾ ഈ പുസ്തകത്തിലെ ഭാഗങ്ങൾ 180 പേജ് പുറത്തു വിട്ടതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണോ ഡോക്ടർ B ജയരാജ് പറയുന്നത്? 200 ഞാനൊരു കാര്യം ചോദിക്കട്ടെ സ്മൃതി, ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തു വിടുന്നുണ്ടെ കംപ്ലീറ്റ് സിനിമ പുറത്തു വിടുവോ? കംപ്ലീറ്റ് സിനിമ അല്ലെന്നേ, 300 പേജ് ഉണ്ട്. 3 മിനിറ്റ് ഉള്ളിലാണ് ഒരു ട്രെയിലർ വിടുന്നത്. അതുപോലെ ഒരു പുസ്തകത്തിന്റെ മുഴുവനായിട്ടൊരു പുസ്തകത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആരെങ്കിലും പുറത്തു വിടുവോ? അപ്പോൾ ഇത് നേരത്തെ പ്രസിദ്ധമാണ്. അഡീഷൻസും എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ? 300 പേജ് ഉണ്ട്. 150 പേജാക്കി എന്തിനാ? 200 പേജും കൂടെ വരട്ടായിരുന്നു. ഇതൊരു ട്രെയിലറാണ്, മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ എന്തിനാണ് 150 പേജ് കൊടുത്തത്? ബാക്കി 50 പേജും കൂടെ അല്ലേ ഉള്ളൂ. അതും കൂടെ അങ്ങ് കൊടുക്കാറുന്നല്ലോ. പ്രീ പബ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് ബുക്ക് ആയിട്ട് കൊടുക്കാറുണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇത് എഴുതിയ ആള് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് മുൻപിലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ കുട്ടി അത് വ്യക്തമായി പറഞ്ഞു തരും. അദ്ദേഹം ഒന്നിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളതാണ്. ഞാൻ ശ്രീ NP കുട്ടിയിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.